ياسين صفنا كفايا يا صاد كفايتنا فسيكفيكهم الله وهو السميع العليم بسم الله بابنا تبارك حيطاننا ياسين سقفنا كفايا يا صاد كفايتنا فسيكفيكهم الله وهو السميع العليم رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقه قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب أعوذ بالله من الشيطان الرجيم إن عدة الشهور عند الله 12 شهرا في كتاب الله يوم خلق السماوات والأرض منها 4 حرم صدق الله العلي العظيم وصدق وبلغنا رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين قال نبينا محمد صلى الله عليه وسلم رجب شهر الله وشعبان شهري ورمضان شهر أمتي صدق رسوله المصطفى الأمين وآله وأصحابه السالكين لنهجه القديم تزود من التقوى فإنك لا تدري إذا جن ليل هل تعيش إلى الفجر فكم من صحيح مات من غير إلة وكم من سقيم عاش دهرا إلى الدهر توسلنا ببسم الله وبالنور رسول الله وكل مجاهد لله ومولى الشيخ عبد الله صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله മുഅ്മിനീങ്ങളെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഒരുമിച്ച് കൂടണം കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. അവന്റെ ഇഷ്ടദാസരാകുന്ന മഹാന്മാരാകുന്ന ബദരീങ്ങളുടെ തിരുനാമേലയത്തിലുള്ള ഈ ഒരുമിച്ച് കൂടൽ പരിശുദ്ധമാകുന്ന ഈ മാസത്തിൽ പരിശുദ്ധമായ ഈ സമയത്തുള്ള ഈ ഒത്തൊരുമിച്ച് കൂടലിനെ കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. അവന്റെ ഇഷ്ടപ്പെട്ട മഹത്തുക്കളാകുന്ന ബദരീങ്ങളോടുകൂടെ മഹാന്മാരാകുന്ന മശായിഖിനോടുകൂടെ നാളെ അവന്റെ സുഖലോക സ്വർഗ്ഗത്തിൽ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുകൂടെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. ബിഹഖ് നബിയ്യിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിഹഖ് നബിയ്യിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വബിഹഖ് നബിയ്യിനാ വആലി നബിയ്യിനാ വഅസ്ഹാബി നബിയ്യിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
പരിശുദ്ധ മദീനയിലേക്ക് 3 സ്വലാത്തുകൾ സമർപ്പിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട സുബൈർ ഫൈസി ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ തന്നെ നമുക്കൊക്കെ അറിയാവുന്നതുപോലെ ഉസ്താദ് എന്നോട് പ്രത്യേകം ആവശ്യപ്പെട്ടിരുന്നു റജബിന്റെ മഹത്വത്തെ പറ്റി തന്നെ സംസാരിക്കുന്നത്. നമുക്കൊക്കെ അറിയാം, പരിശുദ്ധമാകുന്ന റജബ് മാസം സമാഗതമാകുമ്പോൾ പൂർവീകരാകുന്ന നമ്മളുടെ പൂർവസൂരികളാകുന്ന മഹാന്മാരാകുന്ന മഹത്തുക്കൾ അവർ നമുക്ക് കാണിച്ചു തന്ന ഒരു പാതയുണ്ട്. തീർച്ചയായും ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, ഈ മാസം എന്നാൽ റജബുൻ ശുഹ്റുല്ലാഹ്, ഇത് അല്ലാഹുവിന്റെ മാസമാണ്. അപ്പൊ മറ്റുള്ള മാസം അള്ളാന്റെ അല്ലേ? അങ്ങനെയുള്ള ഒരു ചിന്ത നമ്മുടെ അടുത്തുണ്ടാവും. പക്ഷേ ഈ മാസം അള്ളാഹുവിന്റെ മാസമാണെന്ന് പറഞ്ഞാൽ അത്രത്തോളം ഈ മാസത്തിന് അല്ലാഹു പ്രത്യേകതകൾ നൽകുന്നുണ്ട് എന്ന് മഹാന്മാരാകുന്ന മുഫസ്സിറുകൾ രേഖപ്പെടുത്തി വെച്ചത് കാണാം. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ വെള്ളിയാഴ്ചയിലെ ഖുതുബയിൽ നമ്മൾ കേട്ടവരാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ചയിലെ ഖുതുബയിൽ പറയുന്നുണ്ട്, വമൻ നവൽ ഇഖ്ലാ ഫഖദ് ആന അവാലു, ആരെങ്കിലും ഒരാൾ ആരെങ്കിലും ഒരാൾ തെറ്റുകളിൽ നിന്ന് പിന്നാക്കം നിൽക്കാൻ തീരുമാനിക്കുന്നുവെങ്കിൽ, നന്മയിലേക്ക് കടക്കാൻ ഒരാൾ തീരുമാനിക്കുന്നുവെങ്കിൽ അവനക്കുള്ള പരിശുദ്ധ മാസമാണ് ഈ പരിശുദ്ധമാകുന്ന റജബ്. മാത്രമല്ല റജബുൻ ശഹ്റുല്ലാഹ്, റജബുൻ ശഹ്റുൽ തൗബത്തി വന്നദം, റജബുൻ സദഖത്തി വസിലത്തുർ റഹീം. ഇത് തൗബയുടെ മാസമാണ്, ഇത് സദഖയുടെ മാസമാണ്, ഇത് സിലത്തുർ റഹീമിന്റെ ബന്ധങ്ങളെ കൂട്ടിച്ചേർക്കേണ്ടുന്ന മാസമാണെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഹബീബാകുന്ന മുത്തനബി തങ്ങളുടെ ആ ഒരു അധ്യായം റജബുൻ ശഹ്റുല്ലാഹ് എന്ന ഒരു അധ്യായത്തെ മനസ്സിലാക്കിക്കൊണ്ട് ഒരു പ്രിയപ്പെട്ട ഉമ്മയുടെ ജീവിതത്തിന്റെ കഥ ഞാൻ നിങ്ങൾക്ക് അവതരിപ്പിച്ചു തരികയാണ്. നിങ്ങൾ ശ്രദ്ധയോടെ മനസ്സിലാക്കണം പ്രിയപ്പെട്ട ഉമ്മമാരെ. ബൈത്തുൽ മുഖദ്ദസിലുള്ള ഒരു പാവപ്പെട്ട ഉമ്മയുണ്ട്. ബൈത്തുൽ മുഖദ്ദസിൽ താമസിച്ചിരുന്ന ഒരു പാവപ്പെട്ട ഉമ്മയുടെ ചരിത്രം രേഖപ്പെടുത്തി വെക്കുന്നു. ചരിത്രങ്ങളിൽ പറയുന്നുണ്ട്, ആ ഉമ്മയുടെ പ്രത്യേകത എന്തെന്നറിയോ? ആ ഉമ്മ ചെയ്തിരുന്നത് എന്തെന്നറിയോ? എല്ലാ റജബ് മാസവും സമാഗതമായി കഴിഞ്ഞാൽ, ഓരോ വർഷത്തിന്റെ റജബിന്റെ മാസം സമാഗതമായാൽ ആ റജബ് മാസത്തിൽ അല്ലാഹുവിനെ സ്മരിച്ചുകൊണ്ട് അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി പ്രത്യേകം സാഷ്ടാംഗം നമിക്കാൻ, ഉടമസ്ഥന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ വേണ്ടി ഈ പ്രിയപ്പെട്ട ഉമ്മ ഒരു പ്രത്യേകമാകുന്ന മുസല്ലയും ഒരു പ്രത്യേകമാകുന്ന നിസ്കാരക്കുപ്പായവും തയ്യാറാക്കിയിരുന്നു. എല്ലാ റജബ് മാസവും സമാഗതമായി കഴിഞ്ഞാൽ റജബിന്റെ ഓരോ ദിവസത്തിലും 11 പ്രാവശ്യം ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്, ഈ സൂറത്തുൽ ഇഖ്ലാസിനെ എല്ലാ ദിവസവും ഈ പ്രിയപ്പെട്ട ഉമ്മ 11 പ്രാവശ്യം ഓതുമായിരുന്നു. എന്താ അങ്ങനെ ഓതിയത് കൊണ്ട് ആ ഉമ്മക്ക് ലഭിച്ചതെന്താ? ഈ റജബ് മാസത്തെ ആദരിച്ചത് കൊണ്ട് ആ പ്രിയപ്പെട്ട ഉമ്മക്ക് ലഭിച്ച നേട്ടമുണ്ടെന്നറിയോ മുഅ്മിനീങ്ങളെ? ഈ പ്രിയപ്പെട്ട ഉമ്മ രോഗസഭയിലായി കിടക്കുകയാണ്. തന്റെ പ്രിയപ്പെട്ട മകനോട് പറഞ്ഞു, മോനെ, എന്റെ പൊന്നു മോനെ, എനിക്ക് നിന്നോടൊരു വസിയ്യത്തുണ്ടടാ. ഞാനൊരു വസിയ്യത്ത് നിന്നെ ഏൽപ്പിക്കുകയാണ്. ആ വസിയ്യത്ത് ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ മരണപ്പെട്ടാൽ എന്റെ പ്രിയപ്പെട്ട മോനെ, നീ ആ വസിയ്യത്തിനെ പൂർത്തീകരിച്ചു തരണം. ഈ പ്രിയപ്പെട്ട ഉമ്മ തന്റെ പ്രിയപ്പെട്ട മകനോട് വസിയ്യത്ത് ചെയ്യുകയാണ്, മോനെ, ഇന്നല്ലെങ്കിൽ നാളെ പള്ളിക്കാട്ടിലേക്ക് എന്നെ കൊണ്ടുപോയി വെച്ചാൽ ആരാരുമില്ലാത്ത, ആരെയും തുണയില്ലാത്ത പള്ളിക്കാട്ടിലേക്ക്, അതിന്റെ ഖബറിലേക്ക് എന്നെ അങ്ങ് കൊണ്ടുപോയി വെച്ചാൽ ആ പച്ചമണ്ണിലേക്ക് എന്നെ ചേർത്ത് വെച്ചിട്ട്, എന്റെ കവിൾത്തളത്തിലുള്ള കഫപ്പുടമയെ മാറ്റി വെച്ചിട്ട് ആ പച്ചമണ്ണിലേക്ക് അങ്ങ് ചേർത്ത് വെച്ചിട്ട്
അതിന്റെ മുകളിലൂടെ സ്ലാബ് നിരത്തിക്കഴിഞ്ഞ് അതിന്റെ ഇടയിലൂടെ കാണുന്ന ആ സുഷിരങ്ങളുണ്ടല്ലോ, അത് മുഴുവനും പച്ചമണ്ണ് കൊണ്ട് നിറച്ചിട്ടിട്ട് പ്രിയപ്പെട്ടവരെല്ലാവരും ഒന്നുകൊണ്ട് മിനഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിനഹാ നുഖ്രിജുകും താറതൻ ഉഖറാ എന്ന് ചൊല്ലിക്കൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ടവരുടെ കണ്ണീരണിഞ്ഞ ആ ഒരു ആത്മാർത്ഥമായ ദുആവോടുകൂടെ അവരാ മണ്ണിനെ ഖബറിലേക്ക് ഇട്ടുകഴിഞ്ഞ് തിരിച്ചു വരുന്ന ഒരു രംഗമുണ്ടല്ലോ, ആ രംഗം ആ ഒരു സമയം എനിക്ക് അടുക്കുമ്പോ മോനെ, അങ്ങനെ നാളെ പള്ളിക്കാട്ടിലേക്ക് പോകുമ്പോ ഞാൻ മരണപ്പെട്ടാൽ എന്റെ മയ്യത്തിനെ കഫൻ ചെയ്ത് പുതപ്പിക്കേണ്ടുന്നത് ഞാൻ ഉപയോഗിച്ചിരുന്ന ആ വസ്ത്രത്തിലാണ്, ആ പഴകിയ വസ്ത്രത്തിൽ എന്നെ നീ കഫൻ ചെയ്യണം മോനെ. ആ വസ്ത്രത്തിൽ നീ എന്നെ മണമാടണം, കഫൻ ചെയ്തുകൊണ്ട് നാളെ പള്ളിക്കാട്ടിലേക്ക് എന്നെ കൊണ്ടുപോകണം എന്ന് പറയുകയാണ്. അങ്ങനെ വസിയ്യത്ത് ചെയ്ത് കഴിഞ്ഞ് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ചരിത്രം പരിശോധിക്കുമ്പോ ചരിത്രങ്ങളിൽ കാണാം, ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഈ പൊന്നുമ്മച്ചി വിട പറയുകയാണ്. ഈ വിട പറഞ്ഞപ്പോ തന്റെ പ്രിയപ്പെട്ട ഉമ്മ പറഞ്ഞ വസിയ്യത്തിന് മകന്റെ മനസ്സിലുണ്ട്, പക്ഷേ ഈ പൊന്നുമോന് സമ്മതിച്ചില്ല. ഈ മകനക്ക് സാധ്യമായില്ല. കാരണം എന്നെ നൊന്ത് പ്രസവിച്ച എന്റെ എല്ലാ വേവലാതികളും ആവലാതികളും പറഞ്ഞുകൊണ്ട് എന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ചെയ്ത എന്റെ പ്രിയപ്പെട്ട ഉമ്മച്ചിനെ ഞാൻ എങ്ങനെയാണ് ആ പഴയ കഫംപുടവയിൽ, ആ പഴയ തുണിയിൽ എങ്ങനെയാ എന്റെ ഉമ്മയെ ഒന്ന് കഫം ചെയ്യുക എന്നീ മകന് ചിന്തിച്ചുകൊണ്ട് പുതിയ ഒരു കഫംപുടവ വാങ്ങി ഉമ്മയെ മറവ് ചെയ്യുകയാണ്. ആ ഉമ്മയെ അങ്ങനെ ഖബറിലേക്ക്, പള്ളിക്കാട്ടിലെ ഖബറിലേക്ക് കൊണ്ടുപോയി വെച്ചിട്ട് മീസാൻ കല്ല് വെച്ച് കഴിഞ്ഞ മകനാ പള്ളിക്കാട്ടിൽ നിന്ന് അസ്സലാമു അലൈക യാ ഉമ്മീ, ഉമ്മനോട് സലാം പറഞ്ഞ് തിരിച്ചു വരികയാണ്. അങ്ങനെ ഈ മകന് വീട്ടിൽ വന്നിട്ട് കടന്നുറങ്ങുകയാണ്. ആ സമയത്തതാ തന്റെ പ്രിയപ്പെട്ട ഉമ്മ സ്വപ്നത്തിൽ വരികയാണ്. സ്വപ്നത്തിൽ വന്നുകൊണ്ട് ഈ പൊന്നോമന മകനോട് പറഞ്ഞു, മോനെ, എന്റെ പ്രിയപ്പെട്ട മോനെ, അന അൻക ഗൈറു റാദിൻ, അന അൻക ഗൈറു റാദിൻ, ഞാൻ നിന്നെ തൊട്ട് തൃപ്തനല്ലടാ മോനെ, ഞാൻ നിന്നെ തൊട്ട് തൃപ്തനല്ല, നീ എന്റെ സംസ്കരണ ചടങ്ങുകളിൽ ചെയ്തതിനെ തൊട്ട് ഞാൻ തൃപ്തനല്ല മോനെ എന്ന് പറയുകയാണ്. ആ സമയത്ത് ഈ മകനുണ്ടല്ലോ, ഈ ചെറുപ്പക്കാരനായ മകൻ ഈ മകനെ വാവിട്ടുകൊണ്ട് പൊട്ടി പൊട്ടി കരയുകയാണ്. ഉമ്മ, എന്താണ് ഉമ്മ എന്ന് ചോദിച്ചിട്ട് പൊട്ടി പൊട്ടി കരയുകയാ. ആ സമയത്ത് ഉമ്മ പറഞ്ഞു, മോനെ, ഞാൻ നിന്നോട് ചെയ്ത ആ വസിയ്യത്തിന് നീ ചെയ്തില്ലല്ലോ, അതുകൊണ്ട് ഞാൻ നിന്നെ തൊട്ട് അനഅൻക ഗൈറു റാദിൻ, ഞാൻ നിന്നെ തൊട്ട് തൃപ്തനല്ല മോനെ. ഇത് കേട്ടപാട് ഈ മകൻ ചരിത്രം പറയുന്നു, മകൻ ഉറക്കിൽ കിടക്കുന്ന മകൻ ഞെട്ടി എഴുന്നേറ്റുകൊണ്ട് പള്ളിക്കാട്ടിലെ 6 അടി മണ്ണിന്റെ ഖബർസ്ഥാനിലേക്ക് പോയിക്കൊണ്ട് തന്റെ പ്രിയപ്പെട്ട ഉമ്മന്റെ ഖബറിൽ പോയിക്കൊണ്ട് ആ ഖബറങ്ങ് തുറക്കുകയാ. ആ ഖബറങ്ങ് തുറന്നിട്ട് തന്റെ ഉമ്മന്റെ വസിയ്യത്തിനെ പൂർത്തീകരിക്കാൻ ഖബർ തുറന്നു നോക്കുകയാണ്. ഖബർ തുറന്നു നോക്കിയപ്പോ അജബന് അജബാ, ഖബർ തുറന്നു നോക്കിയപ്പോ പ്രിയപ്പെട്ട ആ ഉമ്മനെ ഖബറിൽ കാണാനില്ല. ആ സമയത്തും ചരിത്രം പറയുന്നു, ആ സമയത്തും ഈ മകൻ അജബായിക്കൊണ്ട് വളരെയേറെ പ്രയാസപ്പെട്ട് ഈ മകനെ പൊട്ടിക്കരയാണ്. പടച്ചറപ്പേ, ഇനി ഞാൻ എന്ത് ചെയ്യും? ഖബറിൽ എന്റെ ഉമ്മയില്ലല്ലോ, എന്റെ ഉമ്മ എന്നോട് ചെയ്ത വസിയ്യത്ത് നടപ്പിലാക്കാത്തത് കൊണ്ട് എന്റെ ഉമ്മ
എന്നെ തൊട്ട് തൃപ്തിയുമല്ലോ, ഇനി ഞാൻ എന്ത് ചെയ്യും അല്ലാ? അങ്ങനെ ഈ മകൻ തന്റെ വീട്ടിലേക്ക് വന്നിട്ട് തനിക്കൊന്ന് കടന്നുറങ്ങാൻ പോലും സാധ്യമാകുന്നില്ല. പക്ഷേ ക്ഷീണത്തിന്റെ ഒടുവിൽ മകനങ്ങ് ഉറങ്ങിപ്പോവുകയാണ്. ആ സമയത്ത് വീണ്ടും ഉമ്മയെ സ്വപ്നത്തിൽ കണ്ടു. ഉമ്മയോട് മകൻ പറഞ്ഞു, ഉമ്മ, ഞാൻ നിങ്ങളുടെ ഖബറിൽ വന്നപ്പോ ഖബറിന്റെ ചാരവന്ന് നിങ്ങളുടെ ഖബർ ഞാനൊന്ന് തുറന്നു നോക്കി ഉമ്മ. പക്ഷേ ആ ഖബറിൽ നിങ്ങളെ കണ്ടില്ല ഉമ്മ. ഫലം നജിദ് ഫീ ഖബരിഹാ, ആ ഖബറിൽ നിങ്ങളെ കണ്ടില്ല ഉമ്മ. ഇനി ഞാൻ എന്ത് ചെയ്യും ഉമ്മ? എനിക്ക് വസിയ്യത്തൊന്ന് വിട്ടാൽ ഇനി ഞാൻ എന്ത് ചെയ്യും? ആ സമയത്ത് ഉമ്മ പറഞ്ഞു, മോനെ, എന്റെ പ്രിയപ്പെട്ട മകനെ, എടാ നിനക്കറിയില്ല മോനെ, എന്നെ പറ്റി നിനക്കറിയില്ലേ? എന്താ എന്നെ ഖബറിൽ കാണാത്തതെന്നറിയോ? ഞാൻ ശിക്ഷ കൊണ്ട് പുളകിതമായതല്ല. എന്നെ ഖബറിൽ കാണാത്തത് അന്നമന ആകുമ സഹറനാ റജബ്, അന്നമന്നഹുമ സഹറനാ റജബ് ലം യതുർഖു ഫിൽ ഖബരി വഹീദൻ ഫരീദാ. പൊന്നുമോനെ, പൊന്നുമോനെ, ഹബീബ് പഠിപ്പിച്ചിട്ടുണ്ടല്ലോ, അന്നവന്നഹുമ സഹറനാ റജബ്, ഞങ്ങളുടെ മാസമായ, എന്റെ മാസമായ ആ റജബിനെ ആരെങ്കിലും ആദരിച്ചാൽ ലം യതുർഖു ഫിൽ ഖബരി ഫരീദൻ വഹീദാ, അവൻ ഖബറിൽ ഒറ്റക്ക് കിടക്കേണ്ടി വരില്ല. അവനക്ക് ഖബറിൽ കൂട്ടായിട്ട്, അവനക്ക് ഖബറിൽ നാളെ ഇരുട്ടിന്റെ കൂരിരുട്ടിൽ അവനക്ക് കിടക്കേണ്ടി വരില്ല. ഖബറിൽ ഒറ്റക്ക് കിടക്കില്ലല്ലോ മോനെ. അതിന്റെ കാരണം ഈ ഉമ്മ റജബിനെ ആദരിച്ചതാണ്. റജബിലെ ഓരോ ദിവസത്തിലും 11 പ്രാവശ്യം വെച്ച് ഇഖ്ലാസ് സൂറത്ത് ഓതിയതിന്റെ ഫലമാണ് ഈ പ്രിയപ്പെട്ട ഉമ്മ ഖബറിൽ തനിച്ചാവാതെ അല്ലാഹു ഇല്ലീനിലേക്ക് സ്വർഗ്ഗത്തിന്റെ മലാകമാരെ കൊണ്ട്, റഹ്മത്തിന്റെ മലാകമാരെ കൊണ്ട് ഉയർത്തിയെന്ന് ചരിത്രം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അതുകൊണ്ട് ഈ പരിശുദ്ധമാകുന്ന മാസത്തിൽ വളരെയേറെ പവിത്രതകളുള്ള, വളരെയേറെ പുണ്യങ്ങളുള്ള ഈ പരിശുദ്ധ മാസത്തിൽ നാം അല്ലാഹുവിലേക്കൊന്ന് അടുത്ത് ആണ്ട് പൂണ്ട് പോവേണ്ടുന്ന സമയമാണ്. ഈ മാസത്തിൽ ഈ ഓരോ രാവുകളിലും ഓരോ രാത്രികളും നാം ഉപയോഗപ്പെടുത്തണം. കഴിയുന്നവർക്ക് ഈ രാവുകളിൽ നോമ്പനുഷ്ഠിക്കണം. ഈ രാവുകളിൽ നോമ്പനുഷ്ഠിച്ചാൽ മഹാനാകുന്ന സ്വഹാബിൽ കിറാം റിപ്പോർട്ട് ചെയ്യുകയാണ്, ഇന്ന ഫിൽ ജന്നതി നഹ്റുൻ, നിശ്ചയമായും സ്വർഗ്ഗത്തിലൊരു പുഴയുണ്ട്, സ്വർഗ്ഗത്തിലൊരു അരുവിയുണ്ട്. എന്താണ് ആ അരുവിയുടെ പ്രത്യേകത? യുഖാലു ലഹു റജബ്, ആ അരുവിയുടെ പേര് അത് റജബ് എന്നാണ്. നാളെ സുഖലോല സ്വർഗ്ഗത്തിൽ ഒരു പുഴയുണ്ട്, ആ പുഴയുടെ പേര് റജബ് എന്നാണ്. അശദ്ദു ബയാദൻ മിനൽ ലബൻ വഅഹ്ലാ മിനൽ അസ്ൽ, ആ പുഴയുടെ പ്രത്യേകത എന്തെന്നറിയോ? നമ്മുടെ നാട്ടിൽ കാണുന്ന കളകളം പാടിയൊഴുകുന്ന, നമ്മളുടെ നാട്ടിലൂടെ കാണുന്ന പുഴയല്ല. നാളെ സ്വർഗ്ഗത്തിലുള്ള റജബ് എന്ന പേരിലുള്ള പുഴയുടെ പ്രത്യേകത അശദ്ദു ബയാദൻ മിനൽ ലബൻ വഅഹ്ലാ മിനൽ അസ്ൽ, പാലിനേക്കാൾ ശക്തമായ വെളുപ്പുള്ളതും വഅഹ്ലാ മിനൽ അസ്ൽ, തേനിനേക്കാൾ മധുരമുള്ളതുമായ ഒരു പുഴ നാളെ റജബ് എന്ന പേരിൽ ഇങ്ങനെ ഒഴുകും. അത് ആർക്കുള്ളതെന്നറിയോ? പ്രിയപ്പെട്ട ഉമ്മമാരെ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അത് ആർക്കുള്ളതെന്നറിയോ? ആ പുഴ ആർക്കാണെന്നറിയോ? ഹബീബ് തങ്ങൾ പറയാ,
മോനെ സഹാബത്തുൽ കിറാമിനോട് മുത്തുനബി തങ്ങൾ പറയുന്നു ആ പുഴ ലഭിക്കണമെങ്കിലടാ വമൻ സാമ യൗമൻ മിൻ റജബ് സഖാഹുല്ലാഹു മിൻ ദാലികൽ നഹർ ആരെങ്കിലും ഒരാൾ വമൻ സാമ ആരെങ്കിലും ഒരാൾ നോമ്പനുഷ്ഠിച്ചു കഴിഞ്ഞാൽ യൗമൻ മിനർ റജബ് റജബിൽ നിന്ന് ഒരൊറ്റ പകലെങ്കിലും ഏതെങ്കിലും ഒരു ദിവസമെങ്കിലും ഒരാൾ നോമ്പനുഷ്ഠിച്ചു കഴിഞ്ഞാൽ സഖാഹുല്ലാഹു മിൻ ദാലികൽ നഹർ ആ പുഴയിൽ നിന്ന് ആ അരുവിയിൽ നിന്ന് അല്ലാഹു അവനെ കുടിപ്പിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എത്രത്തോളമാണ് ഈ റജബിന്റെ പവിത്രത, റജബിന്റെ പ്രത്യേകത. ഈ റജബിൽ ഒരു സുകൃതം ചെയ്താൽ ഖബർ ശിക്ഷ അനുഭവിക്കേണ്ടി വരില്ല. എത്രത്തോളം സ്വർഗത്തിൽ നാളെ ഒരു പുഴ തന്നെ അവർക്ക് വേണ്ടി തയ്യാർ ചെയ്യപ്പെടുമെന്ന് കളവ് പറയാത്ത സ്വാദിഖുൽ മസ്ദൂഖ് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മാത്രമല്ല മുഅ്മിനീങ്ങളെ, ഒരു ചരിത്രം കൂടി പറഞ്ഞു ഞാൻ അവസാനിപ്പിക്കുകയാണ്. എന്നിൽ അർപ്പിച്ച സമയം അവസാനിച്ചിട്ടുണ്ട്. ഒരു ചരിത്രം കൂടെ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. മഹാനാകുന്ന സൗഭാഗ്യങ്ങള്, മഹാനാകുന്ന സഹാബത്തുൽ കിറാമിന്റെ സൗഭാഗ്യങ്ങളും ഹബീബായ മുത്തങ്ങളും കൂടെ ഒരു ഖബറിന്റെ ചാരത്തിലൂടെ, ഒരു മഖബറയിലൂടെ ഹബീബായ തങ്ങളും സൗഭാഗ്യം റളിയല്ലാഹു അൻഹുവും നടന്നു പോവുകയാണ്. അങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ഹബീബായ തങ്ങളൊരു ഖബറിന്റെ ചാരത്ത് ചെന്നുകൊണ്ട് നിന്നു. ആരാണ് നിൽക്കുന്നത്? ലോകത്തിന്റെ നേതാവല്ലേ, ആമിനയുടെ മുത്തുമോൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങളൊരു ഖബറിന്റെ ചാരത്ത് നിന്നു. എന്നിട്ട് മഹാന്മാര് പറയുകയാ, നബി തങ്ങള് ആ ഖബറിന്റെ ചാരത്ത് നിന്നിട്ട് ലോകത്തിന്റെ നേതാവ്, ലോകത്തിന്റെ നേതാവ് പൊട്ടി പൊട്ടി കരയുകയാ. ആ ഖബറിന്റെ ചാരത്ത് നിന്നിട്ട് ലോകത്തിന്റെ നേതാവ് അങ്ങനെ പൊട്ടി പൊട്ടി കരയുകയാണ്. എന്നിട്ട് പ്രിയമുള്ള മുഅ്മിനേ, തങ്ങൾ ആ ഖബറിന്റെ ചാരത്ത് നിന്ന് ദുആ ചെയ്യുകയും ചെയ്തു. ആരാണെന്ന സൗഭാഗ്യങ്ങൾ പറയുകയാ, സൗഭാഗ്യങ്ങൾ പറയുകയാണ്. റിപ്പോർട്ട് ചെയ്തുകൊണ്ട് സൗഭാഗ്യങ്ങൾ കൂടെ ഉണ്ടായിരുന്നു. സൗഭാഗ്യങ്ങൾ പറഞ്ഞു, ഞാൻ നബി തങ്ങളോട് ചോദിച്ചു പോയി, നബിയേ ലിമ ബകൈത യാ റസൂലല്ലാഹ്, അങ്ങെന്തിന് കരയണം നബിയേ, അങ്ങെന്തിനാണ് കരയുന്നത് റസൂലേ, ലോകത്തിന്റെ രാജാവേ, അങ്ങെന്തിനാണ് ഈ ഖബറിന്റെ ചാരത്ത് നിന്നിട്ട് അങ്ങ് കരയുന്നത് നബിയേ? ഈ ചോദ്യം കേട്ടപ്പോ, സൗഭാഗ്യങ്ങളുടെ ഈ ചോദ്യം കേട്ട് കഴിഞ്ഞപ്പോ മുത്തുനബി തങ്ങൾ പറഞ്ഞു, യാ ഓ സൗബാനേ, സൗബാനെന്ന സ്വഹാബിയോട് മുത്തുനബി തങ്ങൾ പറഞ്ഞു, യാ സൗബാൻ ഹൗലാഇ യുഅദ്ദിബൂന ഫീ ഖുബൂരിഹിം. ഞാൻ അവിടെ നിന്ന് കരഞ്ഞതെന്തെന്നറിയോ? ആ ഖബറിന്റെ ചാരത്തുകൂടെ ഞാനും നിങ്ങളും നടന്നു പോയപ്പോ, ഒരു ഖബറിന്റെ അവിടെ എത്തിയപ്പോ അവിടെ ഞാൻ നിന്നതും അതിന്റെ അടുത്ത് നിന്ന് ഞാൻ ദുആ ചെയ്തതും ഞാൻ കരഞ്ഞതും സൗബാൻ, എന്റെ പ്രിയപ്പെട്ട സൗബാനേ, ആ ഖബറിൽ കിടക്കുന്ന ആളുണ്ടല്ലോ, അദ്ദേഹം വളരെ വിഷമിച്ചുകൊണ്ട് വലിയ ശിക്ഷയിൽ ഏർപ്പെട്ടിരിക്കുകയാ. അദ്ദേഹത്തെ അല്ലാഹു ശിക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ആർത്തട്ടഹസിച്ചുകൊണ്ട് പറയുന്നത് ഞാൻ എന്റെ ചെവിയിൽ കേട്ടു, സൗബാൻ, എന്നെ ഒന്ന് രക്ഷപ്പെടുത്താമെന്ന് ദുആ ചെയ്യണേ നബിയേ.
പറയുന്നത് ഞാൻ കേൾക്കുന്നുണ്ട് തൗബാൻ. അതുകൊണ്ട് ഞാൻ ആ ഖബറിന്റെ ചാര നിന്നതാണ്. ആ ഖബറിന്റെ ചാര നിന്നിട്ട് ദഅവതുലഹും, ഞാൻ ആ മനുഷ്യന് വേണ്ടി ദുആ ചെയ്തു കൊടുത്തു. അപ്പൊ ദുആ ചെയ്തു കൊടുത്ത ഉടനെ തന്നെ അതാ ഫഖഫദല്ലാഹു അൻഹുൽ അദാബ്, അല്ലാഹു ആ മനുഷ്യനെ തൊട്ട് പടച്ച റബ്ബ് അദാബിനെ ലഘുവാക്കി കൊടുക്കുകയാണ്. എന്നിട്ട് മഹാനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് തൗബാൻ തങ്ങളോട് പറയുന്നുണ്ട്. ഈ സംഭവത്തിന് ശേഷം തൗബാൻ തങ്ങളോട് മുത്തുനബി തങ്ങൾ പറയുന്നു, യാ തൗബാൻ ലൗ സാമ ഹൗലാഇ യൗമൻ മിൻ റജബ് വമാ ഖാമൂ മിൻഹു ലൈലൻ മാ അദബു ഫീ ഖുബൂരിഹിം. എന്റെ പ്രിയപ്പെട്ട തൗബാനെ, ഈ ഖബറിൽ ശിക്ഷ കൊണ്ട് നിലവിളിച്ച ആ മനുഷ്യരുണ്ടല്ലോ, ആ ഖബറാളികളുണ്ടല്ലോ, അവരെങ്ങാനും ദുനിയാവിൽ ജീവിച്ചിരിക്കുന്ന സമയത്ത് അവർ റജബിൽ ഒരൊറ്റ നോമ്പെങ്കിലും നോറ്റിരുന്നുവെങ്കിൽ, റജബ് മാസത്തിൽ ഒരൊറ്റ രാവിലെങ്കിലും നോമ്പനുഷ്ഠിച്ചിരുന്നുവെങ്കിൽ, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാത്രിയിൽ അവൻ നിന്ന് നമസ്കരിച്ചിരുന്നുവെങ്കിൽ, അവരെ ഖബറിൽ ശിക്ഷിക്കുമായിരുന്നില്ല തൗബാൻ. ഒന്ന് ചിന്തിച്ചു നോക്കൂ മുഅ്മിനേ, എത്രയാണ് റജബ് മാസത്തിന്റെ പ്രത്യേകത, എത്രത്തോളമാണ് ഈ പരിശുദ്ധ മാസത്തിൽ അല്ലാഹു കൊടുത്തിരിക്കുന്ന പ്രത്യേകത. അതുകൊണ്ട് തന്നെയാണ് ഇത് അല്ലാഹുവിന്റെ മാസമെന്ന് രേഖപ്പെടുത്തിയത്. അതുകൊണ്ട് തന്നെയാണ് മുത്തുനബി തങ്ങൾ അല്ലാഹുവിന്റെ മാസമെന്ന് പറഞ്ഞത്. നമ്മളൊന്ന് ആലോചിച്ചു നോക്കണം. റജബ് ഇന്ന് 11 ആയി, 12ന്റെ രാവിലെ നമ്മൾ പ്രവേശിച്ചപ്പോ, ഈ സമയം നമ്മൾ 12ന്റെ രാവിലെ പ്രവേശിച്ചപ്പോ, ഇത്രയും ദിവസം റജബ് 12 റബ്ബേ, ഇത്ര കാലം ഞാൻ ജീവിച്ചതിൽ നിന്ന് എന്ത് മാറ്റമാണ് എന്റെ ജീവിതത്തിൽ വന്നതെന്ന് നമ്മൾ ഓരോരുത്തരും മരിക്കുന്നതിന്റെ മുമ്പ് സ്വന്തം വന്ന് മരിച്ചു നോക്കുമേ. ഒന്ന് ചിന്തിച്ചു നോക്ക്, ഒന്ന് ഒഴിഞ്ഞിരുന്ന് നമ്മളൊന്ന് ആലോചിച്ചാൽ, ഇതുവരെയും നിങ്ങൾ കൃത്യമായി നിസ്കരിച്ചു പോന്നിരുന്നു. അതിനേക്കാൾ കൂടുതൽ എന്തൊരു നന്മയാണ് നീ നിന്റെ ജീവിതത്തിൽ അധികരിപ്പിച്ചത്. റജബ് വന്നപ്പോ എത്രത്തോളം നീ അല്ലാഹുവിലേക്ക് അടുക്കാൻ ശ്രമിച്ചു എന്ന് നമ്മളൊന്ന് ആലോചിച്ചു നോക്ക്. ഇത്രത്തോളം മഹത്വമുള്ള മറ്റൊരു മാസമില്ലെന്ന് മുഫസ്സിറുകൾ പറയുന്നുണ്ട്. സയ്യിദു ശുഹൂർ റമദാനാണെങ്കിൽ പോലും, റമദാൻ മാസമാണ് മാസങ്ങളുടെ നേതാവെങ്കിലും, പക്ഷേ റമദാൻ അത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിനു മാത്രം അല്ലാഹു കൊടുത്തതാണ്. എന്നാൽ റജബ് മാസമോ അത് ആദം മുതൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെയുള്ള എല്ലാ അമ്പിയാക്കളുടെ കാലഘട്ടക്കാരിലും റജബ് എന്ന പവിത്ര മാസം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിനൊക്കെ വല്ലാത്ത പ്രത്യേകതകളും അല്ലാഹു കൽപ്പിച്ചിട്ടുണ്ട്. അതാണ് ഈ റസൂലുള്ളാഹിയും സൗഭാഗ്യങ്ങളും നടന്നു പോകുമ്പോ സൗഭാഗ്യങ്ങളോട് മുത്തനബി പറഞ്ഞത്, സൗഭാഗ്യം ആ ഖബറിൽ കിടക്കുന്ന മനുഷ്യർക്ക് റജബിലെങ്ങാനും ഒരു നോമ്പ് നോറ്റിരുന്നുവെങ്കിൽ, ഒരു നേരം ഒരു രാത്രിയിൽ അദ്ദേഹം നിസ്കരിച്ചിരുന്നുവെങ്കിൽ, അഥവാ ഖിയാമുൽ ലൈൽ കൊണ്ട് തഹജ്ജുദ് വരെ റജബിൽ അവൻ നിസ്കരിച്ചിരുന്നുവെങ്കിൽ, നാളെ അവനെ കിടക്കുന്നത് പോലെ അതാ അവനുണ്ടാവുമായിരുന്നില്ല സൗഭാഗ്യം. ഇത് കേട്ട പാഠമാനാകുന്ന ബഹുമാൻ തങ്ങൾ മുത്തനബിയോട് ചോദിച്ചു, നബിമായ തങ്ങളോട് ചോദിച്ചു പോയി, നബിയേ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, അസൗമു യൗമുൻ വഖിയാമു ലൈലത്തിൻ മിൻഹു യംനഉ
നിസ്കാരവും മാത്രം റജബിൽ നമസ്കരിച്ചാൽ, ആ ഒരു കർമ്മം മാത്രം അനുകരിപ്പിച്ചാൽ നബിയേ യുംനഉ അദാബുൽ ഖബർ, ഖബറിന്റെ ശിക്ഷയെ തടയപ്പെടുമെന്നാണ് എന്ന് പറയുന്നത്. ആ സമയത്ത് മുത്തനബി തങ്ങൾ പറഞ്ഞു, യാ തൗബാനേ, മുത്തനബി തങ്ങൾ ഉറപ്പിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്. തൗബാൻ തങ്ങളുടെ ഈ ചോദ്യം കേട്ടപ്പോ മുത്തനബി തങ്ങൾ ഉറപ്പിച്ച് തറപ്പിച്ചുകൊണ്ട് പറഞ്ഞു കൊടുക്കുന്നു, യാ തൗബാൻ, ഓ തൗബാൻ, വല്ലദീ ബഅതനി ബിൽ ഹഖ് നബിയ്യാ, എന്നെ സത്യം കൊണ്ട് നബിയായി അയച്ചുവിട്ട അല്ലാഹുവിനെ തന്നെ സത്യം. മുത്തനബി തങ്ങൾ സത്യം ചെയ്യുന്നത് നോക്കണം. എന്നെ നബിയായി ഹഖ് കൊണ്ട് നബിയായി അയച്ചുവിട്ട അല്ലാഹുവാണ് സത്യം. തൗബാൻ, മാ മിൻ മുസ്ലിമിൻ വ മുസ്ലിമ, മാ മിൻ മുസ്ലിമിൻ വ മുസ്ലിമത്തിൻ യസൂമു യൗമൻ വ യഖൂമു ലൈലൻ മിൻ റജബ്. ആരെങ്കിലും ഒരാൾ, ഒരു മുസ്ലിമായ ആണോ ഒരു മുസ്ലിമത്തായ പെണ്ണോ, ആരെങ്കിലും ഒരാൾ അല്ലാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് യുരീദു ബിഹുമാ വജ്ഹല്ലാഹ്, ആരെങ്കിലും ഒരു മുസ്ലിമായ ആണോ പെണ്ണോ അല്ലാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് റജബ് മാസം ഒരു നോമ്പ് നോറ്റാൽ, തൗബാൻ, റജബ് മാസത്തിലെ ഒരു രാവിലെ നിസ്കരിച്ചാൽ, മുത്തനബി തങ്ങൾ പറയുന്നു, സഹാബത്തിനോട് പ്രഖ്യാപനം നടത്തുന്നു, മുഅ്മിനേ, നമുക്ക് കിട്ടുന്ന ഓഫറുകളൊന്ന് ചിന്തിച്ചു നോക്ക്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളുടെ ഈ ഒരു സമുദായത്തിലേക്ക്, ഉമ്മത്ത് മുഹമ്മദിലേക്ക് നൽകിയ ആയുസ്, നബി തങ്ങൾ പറഞ്ഞത് മാ ബൈന 70 വ 60, 60ന്റെയും 70ന്റെയും ഇടയിലാണ് എന്റെ സമുദായത്തിനുള്ള വയസ്സെന്ന് മുത്തനബി തങ്ങൾ പറയുമ്പോ, നൂഹ് നബി അലൈഹിസ്സലാമൊക്കെ 1000 വർഷക്കാലം ജീവിച്ചപ്പോ എങ്ങനെയാ ഉസ്താദേ അവരെ പോലെയൊക്കെ നമുക്ക് ഇബാദത്ത് ചെയ്യാൻ സാധിക്കുക? അതിനാണ് അല്ലാഹു ഇങ്ങനെ ഓരോ ഫോർമുലകൾ ഇട്ടിട്ടുള്ളത്. അതിനാണ് മുത്തനബി തങ്ങൾ ഓരോ ഓഫറുകൾ പറഞ്ഞത്. 1000 കൊല്ലം ഇബാദത്ത് ചെയ്ത, 100 കൊല്ലം ഇബാദത്ത് ചെയ്ത, കൊല്ലക്കണക്കിന് ഇബാദത്ത് ചെയ്ത കൂലി ഒരൊറ്റ രാവ് കൊണ്ട് കിട്ടുന്ന എത്രയോ രാവുകൾ ഈ ഉമ്മത്ത് മുഹമ്മദിലേക്ക് അല്ലാഹു പരിചയപ്പെടുത്തി കൊടുത്തില്ലേ? ഈ റജബും അതുപോലെ തന്നെയാണ്. റജബില് ഒരു രാവിൽ നോമ്പനുഷ്ഠിക്കുകയും അതല്ലെങ്കിൽ ആ രാത്രി മുഴുവനും നിന്ന് നിസ്കരിക്കുകയും ചെയ്താൽ, മുത്തനബി തങ്ങൾ പറയുന്നു, ഇല്ലാ ഖതറല്ലാഹു ലഹു ഇബാദത സനത സാമ നഹാറഹാ വഖാമ ലയാലിഹാ, ഇല്ലാ ഖതറല്ലാഹ്, അല്ലാഹു അവനക്ക് രേഖപ്പെടുത്തിയിട്ടല്ലാതെ ഇല്ല. ഏത് പ്രതിഫലമെന്നറിയോ? ഒന്ന് ചിന്തിച്ചു നോക്കൂ മുഅ്മിനീങ്ങളെ. റജബിന്റെ ഒരൊറ്റ രാവിലുള്ള കാര്യമാണ് പറയുന്നത്. റജബിന്റെ 30 ദിവസം ചെയ്താൽ എത്രയായി മാറും? റജബിന്റെ ഒരു രാവിലെ ഇങ്ങനെ നോമ്പ് നോറ്റാൽ ഹബീബ് തങ്ങൾ പറയുന്നുണ്ട്, നബി തങ്ങൾ പറയുന്നു, അവനക്ക് ഒരു വർഷത്തെ നോമ്പ് നോറ്റതിന്റെ കൂലി, ഒരു വർഷം മുഴുവനും നിന്ന് നിസ്കരിച്ചതിന്റെ കൂലി അല്ലാഹു കൊടുക്കുമെന്ന് കളവ് പറയാത്ത മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങളെ ഒന്ന് ആലോചിച്ച് നോക്കി, ഒരു രാവിലേക്കുള്ളതാണിത്. റജബില് 30 രാവിലും നോമ്പനുഷ്ഠിച്ചാലോ, ഓരോന്നിനും 100 കൊല്ലം വെച്ച് 30 രാവിലും 3000 കൊല്ലത്തെ പണിയെടുത്ത കൂലി അല്ലാഹു അവനക്ക് കൊടുക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലാത്ത പവിത്രതയാണ് ഈ മാസത്തിലേക്ക്. അതുപോലെ തന്നെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. മഹാനാകുന്ന ഇബ്നു നവാത്തുൽ മിസ്രി തങ്ങൾ തന്റെ ഖുതുബയിൽ പറഞ്ഞതുപോലെ, റജബുൻ ശുഹ്റു സ്വദഖത്തി വസുലത്തുർ റഹീം, സ്വദഖന്റെ മാസമാണ്, സ്വദഖ ചെയ്യേണ്ടുന്ന മാസമാണ്. സ്വദഖക്ക് വല്ലാത്ത പുണ്യമുണ്ട്, വല്ലാത്ത കൂലിയുണ്ട്. സാധാരണഗതിയിൽ സ്വദഖ ചെയ്യുമ്പോ അതിനൊക്കെ 1-ന് 10 എന്ന തോതിൽ അല്ലാഹു കൊടുക്കുന്ന, എന്നാൽ
റജബ് മാസത്തിലെ സ്വതക്ക അതിന്റെ കൂലിയും വണ്ണവും എണ്ണവും നിശ്ചയിക്കുന്നത് അത് അല്ലാഹു ഓരോരുത്തർക്കും എത്ര നിശ്ചയിക്കുന്നുവോ അത്ര കൊടുക്കും എന്നാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞതായി നബികളും മഹാന്മാരൊക്കെ പഠിപ്പിക്കുന്നത്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സ്വതക്കനെ പറ്റി പറയുമ്പോൾ സ്വതക്ക ചെയ്യേണ്ടതിന്റെ ആവശ്യകത വളരെ ലഘുമായി കൊണ്ട് ഞാൻ അതുകൂടെ പറയുകയാണ്. മഹാനാകുന്ന ഇബ്നു മുഖൈൽ തങ്ങൾ, ഇബ്നു മുഖൈൽ വല്ലാത്ത ഒരു സ്വഹാബിയാണ്. ഇബ്നു മുഖൈൽ ചരിത്ര കിതാബുകളിൽ രേഖപ്പെടുത്തി വെച്ചത് അതിന്റെ ഇബാറത്തുകൾ വായിക്കുമ്പോൾ കണ്ണിൽ നിന്ന് കണ്ണുനീരിടാത്ത ഒരു മുഅ്മിൻ ആ ഇബാറത്ത് വായിക്കാൻ സാധ്യമല്ല. അത്രത്തോളം ഇബ്നു മുഖൈൽ തങ്ങൾ മഹാന്മാരാകുന്ന മഹത്തുക്കൾ എഴുതി വെച്ചതാണ്. ഞാൻ എന്റെ പ്രിയപ്പെട്ട കുട്ടികൾക്ക് ദർസ് ഓതി കൊടുക്കുമ്പോ അവർക്ക് സബക്ക് എടുത്ത് കൊടുക്കുമ്പോ ഇബ്നു മുഖൈലിന്റെ ചരിത്രം പറഞ്ഞപ്പോ ശബ്ദം ഇടറിപ്പോയി. എന്റെ പിഞ്ചോമന മക്കൾ വരെ മുന്നിൽ നിന്നുകൊണ്ട് കരഞ്ഞു പോയ വല്ലാത്ത ഒരു ചരിത്രമാണ് ഇബ്നു മുഖൈൽ തങ്ങളുടെ. ആരാണ് ഇബ്നു മുഖൈൽ എന്നറിയോ? അനാകുന്ന ഇബ്നു മുഖൈൽ തങ്ങള് അദ്ദേഹം ചെയ്ത സ്വതക്കയുടെ മഹത്വം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഈ റജബ് അതിനിക്കുന്ന മാസം കൂടെയാണ്. സ്വതക്കകൾ നമ്മൾ അധികരിപ്പിക്കണം ഇൻഷാ അല്ലാഹ്. വൈദ്യ ഉസ്താദ് പറഞ്ഞതുപോലെ ഇനി നമ്മളുടെ വാർഷികത്തിന്റെ അതിന്റെ അന്നദാന പരിപാടികളിലേക്ക് നമ്മളാൽ കഴിയുന്ന സംഖ്യകൾ സ്വരൂപിച്ചുകൊണ്ട് അതിലേക്ക് എത്തിക്കണം, അതിലേക്ക് കൊടുക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇബ്നു മുഖൈൽ തങ്ങളുടെ ചരിത്രം കൂടി പറയുകയാണ്. മുഅ്മിനീങ്ങളെ, ഇബ്നു മുഖൈൽ തങ്ങള് ആരെന്നറിയോ? തനിക്ക് രണ്ട് കാലിനും ശേഷിയില്ല, രണ്ട് കാലും നഷ്ടപ്പെട്ടവരാ ഇബ്നു മുഖൈൽ. തന്റെ ഇടത്തെ കൈയും നഷ്ടപ്പെട്ടു പോയവരാ. രണ്ട് കാലും ഇടത്തെ കൈയും ഇല്ലാത്ത മഹാനാകുന്ന ഇബ്നു മുഖൈൽ. ഇബ്നു മുഖൈൽ തങ്ങളെ അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ മാസ്മരികതയാണ്. മഹാനാകുന്ന മുത്തുനബി തങ്ങൾ ഒരു ദിവസം മദീന പള്ളിയിലെ ഈത്തപ്പനകളെ കൊണ്ട് കോർവ ചെയ്യപ്പെട്ട മേഞ്ഞ ഒട്ടിയ ആ ഈത്തപ്പനകളെ കൊണ്ട് കോർവ ചെയ്യപ്പെട്ട മദീനയിലെ മസ്ജിദുൻ നബവിയിൽ ഇരുന്നുകൊണ്ട് മുത്തുനബി തങ്ങൾ പറഞ്ഞു, സ്വഹാബാ, എന്റെ പ്രിയപ്പെട്ട സ്വഹാബാ, നിങ്ങളുടെ കൂട്ടത്തിൽ പാവപ്പെട്ടവരെ സഹായിക്കാൻ സന്നദ്ധരായിട്ടാരുണ്ട് സ്വഹാബ. നിങ്ങൾ പാവപ്പെട്ടവരെ സഹായിക്കണം. എന്താണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ അതുകൊണ്ട് വന്ന് നിങ്ങൾ അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കണം, സ്വതക്ക ചെയ്യണം സ്വഹാബ. ഈ വാർത്ത മുത്തുനബി തങ്ങൾ മദീനയിൽ നിന്ന് പറഞ്ഞപ്പോ മഹാന്മാരാകുന്ന സ്വഹാബത്തുൽ കിറാം മുഴുവനും ഓടുകയാണ്, തന്റെ വീടുകളിലേക്ക് ഓടിപ്പോവുകയാണ്. എന്തിനു വേണ്ടി എന്നറിയോ? തന്റെ വീട്ടിലുള്ള താൻ സ്വരൂപിച്ച് വെച്ച മുഴുവനും എടുത്തു വന്നുകൊണ്ട് അല്ലാഹുവിന്റെ മുമ്പിൽ സമർപ്പിക്കാൻ, പരിശുദ്ധ റസൂലിന്റെ ആഹ്വാനത്തെ അപ്പടി സ്വീകരിക്കാൻ മുത്തുനബി തങ്ങളുടെ ആ വാക്കുകളെ ഓർമ്മ ചെയ്തുകൊണ്ട് സ്വഹാബത്തുൽ കിറാം അങ്ങനെ പോവുകയാണ്. ഓരോ സ്വഹാബത്തും വരിയും മറ്റു ഗോതമ്പും മറ്റുമായൊക്കെ കൊണ്ടുവന്നു. അതൊക്കെ സ്വതക്ക കൊടുക്കാൻ മുത്തുനബി തങ്ങളെ ഏൽപ്പിച്ചു. ഒന്നുമില്ലാത്ത സ്വഹാബത്ത് താൻ കടന്നിറങ്ങുന്ന കടക്കപ്പായ വരെ എടുത്തുകൊണ്ടുവന്ന്, കടക്കപ്പായവും ചരിത്രം പറയുന്നു തലയിണ വരെ എടുത്തുകൊണ്ട് വന്നിട്ട് നബി തങ്ങളെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഇതല്ലാതെ എന്റെ കയ്യിലില്ല നബിയേ, ഇതല്ലാതെ നബിയേ എന്റെ കയ്യിലില്ല. ഇനി ആകെ ബാക്കിയുള്ളത് ഈ ഒരൊറ്റ തലയിണയാണ് റസൂലേ. ഇത് ഞാൻ അങ്ങയിൽ സമർപ്പിക്കുന്നു. ഇതിന്റെ ആവശ്യക്കാർക്ക് അങ്ങത് കൊടുക്കണം നബിയേ. അങ്ങനെ പറഞ്ഞു ഓരോ സ്വഹാബത്തും കൊടുക്കുമ്പോ ഈ സ്വഹാബത്തിന്റെ പരക്കം പാച്ചിൽ കണ്ടുകൊണ്ട് കാലില്ലാത്ത രണ്ട് കാലും നഷ്ടപ്പെട്ടു പോയ, ഇടത്തെ കൈയും നഷ്ടപ്പെട്ടു പോയ അനാകുന്ന ഇബ്നു മുഖൈൽ തങ്ങൾ സ്വഹാബത്തിനോട് ചോദിച്ചു, മാ മലകയാ സ്വഹാബാ, നിങ്ങൾക്ക് എന്ത് പറ്റി
ഞെട്ടിപ്പോയി സഹാബത്തെ, എന്താ നിങ്ങൾ എങ്ങനെ ഓടുന്നത്? ആ സമയത്ത് ഞാൻ ചരിത്രം വളരെ ലളിതമാക്കി പറയട്ടെ മുഅ്മിനീങ്ങളെ. ആ സമയത്ത് മഹാന്മാരാകുന്ന സ്വഹാബത്ത് പറഞ്ഞു, ഇബ്നു മുഖൈല തങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ മദീനയിൽ നിന്ന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്, സ്വതക്ക കൊടുക്കാൻ എല്ലാവരോടും ആഹ്വാനം ചെയ്തിട്ടുണ്ട്. അതിനൊക്കെ ഞങ്ങളുടെ പക്കലുള്ളതിനെ എടുക്കാൻ ഞങ്ങൾ ഓടുകയാണ്. ഇത് കേട്ടപാടെ ഇബ്നു മുഖൈല തങ്ങൾ പൊട്ടിക്കരയുകയാണ്. റബ്ബേ, ഉടമസ്ഥനായ എന്റെ പക്കല് ഒന്നുമില്ലല്ലോ റഹ്മാനെ, എനിക്ക് എന്റെ കാലം നീ നഷ്ടപ്പെടുത്തിയതല്ലേ അല്ലാഹ്, നീ തന്നിട്ടില്ലല്ലോ റബ്ബേ, എനിക്ക് ഇടത്തെ കയ്യും എന്റെ ഇടത്തെ കളിയും നഷ്ടപ്പെട്ടവരല്ലേ അല്ലാഹ്, ഞാൻ എങ്ങനെയാ സദഖ കൊടുക്കുക? എന്റെ കയ്യിൽ എനിക്ക് കളിക്കാൻ പോലും ഒന്നുമില്ല റബ്ബേ. അങ്ങനെ ഇബ്നു മുഖൈല വളരെ സങ്കടത്തോടുകൂടെ ഞരങ്ങിക്കൊണ്ട് ഞരങ്ങി നീന്തി പോയിക്കൊണ്ട് ഒരു യഹൂദിയുടെ വീട്ടുമുറ്റത്തെത്തി. ഒരു യഹൂദിയുടെ വീട്ടുമുറ്റത്തെത്തിയിട്ട് യഹൂദിയോട് പറഞ്ഞു, ഓ മനുഷ്യ, നിങ്ങൾ കഴിയുമെങ്കിൽ എനിക്കൊരു ജോലി നിങ്ങളെ വീട്ടിൽ തരണം, നിങ്ങളുടെ തോട്ടത്തിൽ തരണം. യഹൂദി പറഞ്ഞു, ഈ കാലില്ലാത്ത കയ്യില്ലാത്ത നിങ്ങൾക്ക് ഞാൻ എന്ത് ജോലി തരാനാണ്? സമയത്ത് മാനവരുകൾ പറഞ്ഞു, നിങ്ങൾ ജോലി തന്നേ പറ്റൂ, എനിക്ക് ആവശ്യം അത്രയും വലുതാണ്. അങ്ങനെ യഹൂദി പറഞ്ഞു, എന്നാൽ നീ എന്റെ ഈത്തപ്പന, ആ കാണുന്ന ഈത്തപ്പന തോട്ടത്തെ നീ അങ്ങ് നീ ആ ഈത്തപ്പന തോട്ടത്തെ നനയ്ക്കുമോനെ എന്ന് പറഞ്ഞിട്ട് മഹാനാകുന്ന ഇബ്നു മുഖൈല തങ്ങളെ ഏൽപ്പിക്കുകയാണ്. നനയ്ക്കേണ്ടുന്ന സന്ദർഭം എങ്ങനെയുണ്ടറിയോ? കിണറിൽ നിന്ന് വെള്ളം കോരി എടുത്തുകൊണ്ട് വേണം. പക്ഷേ ഇബ്നു മുഖൈലക്ക് കാലില്ല, ഇടത്തെ കയ്യുമില്ല. അങ്ങനെ മഹാനവറുകൾ നിരങ്ങി ആ കിണറിന്റെ ചാരച്ചെന്നുകൊണ്ട് ആ കപ്പിയിലെ കയറിട്ടുകൊണ്ട് ആ കയറിലേറെ ആ കിണറ്റിലേക്ക് ഇറക്കി വെച്ചുകൊണ്ട് വലത്തെ കൈകൊണ്ട് വലിച്ചിട്ട് തന്റെ പല്ലുകൊണ്ട് കടിച്ചു പിടിച്ചുകൊണ്ട് വെള്ളം കോരുകയാണ്. അങ്ങനെ വെള്ളം കോരി പാത്രങ്ങളിൽ നിറച്ചു വെക്കുകയാണ്. ആ സമയത്ത് ഇബ്നു മുഖൈല തങ്ങളുടെ ശരീരം മുഴുവനും പൊട്ടിപ്പൊളിയാൻ തുടങ്ങി. രക്തം കൊണ്ട് ആകെ ജീർണിക്കാൻ തുടങ്ങി. ആകെ മുറികൾ മഹാനവറുകളുടെ ദേഹത്ത് രൂപപ്പെട്ടു. ഈ സമയത്ത് ഇബ്നു മുഖൈല ആകെ മഹാനവറുകളാകെ മുറിവായിക്കൊണ്ട് ഇബ്നു മുഖൈല തങ്ങളെ ഒന്നാകെ എവിടെയെന്ന് കുഴങ്ങി വീഴുകയാണ്. ഇത് കണ്ടുകൊണ്ട് യഹൂദി വരികയാണ്. യഹൂദി ഒരു സംഭവം കണ്ടുകൊണ്ട് വന്നിട്ട് ആകെ ബേജാറായി ചോദിച്ചു, എന്താ നിങ്ങൾക്ക് പറ്റിയത് മനുഷ്യ? ആ സമയത്ത് ഈ മഹാനവറുകൾ പറഞ്ഞു, അല്ലയോ യജമാനനേ, ഞാൻ എന്റെ സ്വന്തം വിയർപ്പ് കൊണ്ട്, ഞാൻ സ്വയം അധ്വാനിച്ചത് കൊണ്ട്, അധ്വാനിച്ച് എനിക്ക് നിങ്ങൾ തരുന്ന കൂലി കൊണ്ട് ഞാൻ എന്റെ ഹബീബിന്റെ ചാരത്തേക്ക് ഇലാ ഹദറത്തി ഹബീബില്ലാഹ്, മുത്തുതങ്ങളുടെ ചാരത്തേക്ക് പോകാനാണ്. യഹൂദി പറഞ്ഞു, എന്നാൽ മനുഷ്യ, നിനക്ക് സമ്പത്താണ് ആവശ്യമെങ്കിൽ അതെന്നോട് ചോദിക്കാമായിരുന്നില്ലേ? പക്ഷേ ഈ സഹാബി പറഞ്ഞു, അല്ല, ഞാൻ കഷ്ടപ്പെട്ടുകൊണ്ട് ചെയ്തെടുത്ത, കഷ്ടപ്പെട്ട് ജോലിയെടുത്ത് എനിക്ക് കിട്ടുന്ന സമ്പത്ത് എന്റെ ഹബീബിനെ ഏൽപ്പിക്കണം. ചരിത്രം സുദീർഘമാണ്, ഞാൻ അവസാനിപ്പിക്കുന്നു. മഹാനവറുകൾ അങ്ങനെ മുത്തുനബിതങ്ങളിലേക്ക് ചെല്ലുകയാ. നിരങ്ങി നീങ്ങിക്കൊണ്ട് മുത്തുനബിയുടെ അടുക്കൽ ചെന്നു. ഇത് കണ്ടപാട് ഹബീബായ തങ്ങൾ, മൃദുലമായ കൽവുള്ള മുത്തുനബിതങ്ങൾ മുത്തുനബിതങ്ങൾ കരയാൻ തുടങ്ങി. അങ്ങേക്ക് എന്ത് പറ്റി? ആരാണ് അങ്ങ് ആക്രമിച്ചത്? ഇബ്നു മുഖൈലേ, അങ്ങയുടെ ശരീരത്തിൽ നിന്ന് മുഴുവനും ഇങ്ങനെ രക്തം വരുന്നതെന്താ? ആരാണ് അങ്ങ് ആക്രമിച്ചത്? ഇബ്നു മുഖൈൽ. ഇത് കേട്ടപാട് ഇബ്നു മുഖൈൽ പറഞ്ഞു, ഇല്ല നബിയേ, എന്നെ ഒരാളും ആക്രമിച്ചിട്ടില്ല നബിയേ. അങ്ങ് മദീന
പള്ളിയിൽ ഇരുന്നിട്ട് പറഞ്ഞില്ലേ, അള്ളാഹ്ക്ക് വേണ്ടി നിങ്ങൾ സ്വതക്ക ചെയ്യാൻ നിങ്ങളുടെ അടുക്കലുള്ളതിനെ കൊണ്ടുവരണമെന്ന് പറഞ്ഞില്ലേ? ആ സമയത്ത് എന്റെ മക്കൾ ഒന്നുമില്ല നബിയേ, ഞാൻ അങ്ങനെ ഒരു യഹൂദിയുടെ തോട്ടത്തിൽ പോയി ജോലി ചെയ്തുകൊണ്ട് ഞാൻ ആ സമ്പത്തുമായി വന്നതാണ് നബിയേ. ഇത് കേട്ട പാടമുത്തരവിധങ്ങളാകെ ായിക്കൊണ്ട് തിരുവിധങ്ങൾ പൊട്ടിക്കറഞ്ഞ് ഇവരും കൈകളിലേക്ക് ചേർത്ത് വെച്ചു. അങ്ങനെയായിരുന്നു പ്രിയപ്പെട്ടവരെ സ്വഹാബത്ത്. അവര് സ്വതക്കയുടെ കാര്യത്തിലും മുൻപന്തിയില്ല. അതുകൊണ്ട് തന്നെ ഈ ചരിത്രങ്ങളിൽ നിന്നൊക്കെ നാം മനസ്സിലാക്കേണ്ടുന്നത്, ഇത്രത്തോളം സ്വതക്കയുടെ മഹത്വം മനസ്സിലാക്കി അവർ കൊടുത്തിട്ടുണ്ടെങ്കിൽ നാളെ അല്ലാഹുവിന്റെ കോടതിയുടെ മുമ്പിൽ നാളെ നമുക്ക് രക്ഷപ്പെടണമെങ്കിൽ ഇന്ന് നാം ദുനിയാവിൽ ചെയ്ത സുകൃതങ്ങൾ മാത്രമാണ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഈ പരിശുദ്ധ മാസത്തിൽ, ഈ പരിശുദ്ധമാകുന്ന മാസത്തിൽ അല്ലാഹുവിനെ വഴിപ്പെട്ട് കീഴ്പ്പെട്ടുകൊണ്ട് അവനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ നാം ശ്രമിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പരിശുദ്ധമാകുന്ന ഈ റജബ് മാസത്തിൽ അവന്റെ ഇഷ്ടപ്പെട്ട അടിമകളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി തന്ന് അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് ഈ പരിശുദ്ധമാകുന്ന ഈ സദസ്സിൽ ഇൻഷാ അല്ലാഹ് ഏകദേശം 3/4 മണിക്കൂറോളായി ഇതൊക്കെ കേട്ട് ഇതൊക്കെ മനസ്സിലാക്കി ഒരു ജീവിതത്തിൽ പകർത്തണമെന്ന് കൂടെ ആവശ്യപ്പെടുകയാണ്. ഇതേ ഒരു ചരിത്രം ഇന്നലെ റൂസ് മുബാറക്കിൽ ഒരു വാർഷികത്തിന്റെ മണ്ണാർക്കാട് ഭാഗത്ത് ഒരു റൂസ് മുബാറക്കിലായിരുന്നു ഇന്നലത്തെ പ്രഭാഷണം. ഇന്നലെ വലിയ ജനാവലിയായിരുന്നു അവിടെ. ഈ ചരിത്രം കേട്ടിട്ട് അവിടുത്തെ മഹല്ലിലെ ഉസ്താദ് പറഞ്ഞതാണ്, ഈ ചരിത്രം കേട്ടിട്ട് ഉസ്താദെ ആ ആളൊന്നും ഒരു നിലക്കും ഒരു ഉറുപ്പി പള്ളിക്ക് കൊടുക്കാത്ത ആളാണ്. പക്ഷെ മൂപ്പര് ഇന്നലെ അവിടെ പിരിവിന്റെ അവിടെ ചെറിയ ആവശ്യങ്ങൾ ഉണ്ടായിരുന്നു. 2.5 ലക്ഷം രൂപ പിരിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിരുന്നു. ഒരു ഉറുപ്പിയും കൊടുക്കാത്ത മനുഷ്യനായി ചരിത്രം കേട്ട് കഴിഞ്ഞിട്ട് പിരിവങ്ങോട് ചോദിച്ചപ്പോൾ നീച്ചു നിന്നിട്ട് മുമ്പ് 25,000 ഉറുപ്പിക പറഞ്ഞപ്പോ ആ പള്ളിക്കത്തെ ഉസ്താദ് തന്നെ ആനന്ദം മുട്ടും. അങ്ങനത്തെ അത് ഓരോ മനസ്സിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇട്ടു കൊടുക്കുന്നതാണ്. മഹാന്മാരുടെ അവരുടെ ഒരു പ്രത്യേകമാകുന്ന ആ ഒരു ചരിത്രങ്ങൾ കേൾക്കുമ്പോൾ അല്ലാഹു പെട്ടെന്ന് ഒരു ഹിദായത്ത് കൊടുക്കലാണ്. അതുകൊണ്ട് ഈ മഹാന്മാരുടെ ഒക്കെ ബർക്കത്ത് കൊണ്ട്, ഇത് കേട്ടതിന്റെ പറഞ്ഞതിന്റെ ബർക്കത്ത് കൊണ്ട് റബ്ബ് തആല നമ്മളെ ഈമാനിനെ സലാമത്താക്കി തന്നെ അനുഗ്രഹിക്കട്ടെ. മഹാന്മാരാകുന്ന മശായിഖിനോടുകൂടെ, മഹാന്മാരോടുകൂടെ, അവന്റെ ഇഷ്ടദാസരോടുകൂടെ, വിശിഷ്യ ബദരീങ്ങളോടുകൂടെ ഒരുമിച്ചുകൂടാ റബ്ബ് തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യാൻ പോവാണ്. ഇൻഷാ അല്ലാഹ് ദുആ ചെയ്ത് പിരിയാം. നേരത്തെ പറഞ്ഞ വാർഷികത്തിലേക്കുള്ള ആ അരിയുടെ സംഭാവന ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ വാപ്പാന്റെ പേരിൽ ദുആ ചെയ്യാൻ ഒരു ചാക്ക് അരി ഏറ്റിരുന്നു. അത് അതിന്റെ പരിശുദ്ധമായ നൽകി അനുഗ്രഹിക്കട്ടെ. ഹബീബായ മുത്ത് തങ്ങളോടുകൂടെ സുഖത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. ഇനി ഇൻഷാ അല്ലാഹ് അതുപോലെ വേറെ ഒരാൾ കൂടെ എത്തിയിരുന്നു. ഇൻഷാ അല്ലാഹ് ഈ സദസ്സ് മരിച്ച ഷൗക്കത്ത് എന്ന സഹോദരങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ 50 കിലോ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സഹോദരങ്ങൾക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെ ജീവിതത്തിൽ വന്നുപോയ വല്ല പാകപ്പിഴവുകളും ഉണ്ടെങ്കിൽ ഹബീബാകുന്ന മുത്ത് തങ്ങളുടെ ഹഖ് ജാത്ത് ബറക്കത്ത് കൊണ്ട് റബ്ബ് തആല അതൊക്കെ വിട്ടുകൊടുത്ത് മാപ്പ് നൽകി അനുഗ്രഹിക്കട്ടെ. ബദരീങ്ങളുടെ തിരുമദദ് അല്ലാഹു ആ ഖബറിലേക്ക് എത്തിച്ചു കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. ഇനി ഇൻഷാ അല്ലാഹ് ഈ സദസ്സിൽ നിന്ന് ആരെങ്കിലും, സ്ത്രീകളുടെ ഭാഗത്തുനിന്ന് പുരുഷന്മാരുടെ ഭാഗത്തുനിന്ന് ആരെങ്കിലും നമ്മുടെ ഈ വാർഷിക പരിപാടിയിലേക്ക് അരിയുമായി അതിന്റെ ഒരു ചാക്കരിക്ക് ഇത്ര കണക്കാക്കിയിട്ട് ഇൻഷാ അല്ലാഹ് ഒരു ചാക്കരി എന്ന തോതിൽ ഏൽക്കാൻ പറ്റിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങൾ വാഗ്ദാനം ചെയ്താൽ മതി. പിന്നെ ഇൻഷാ അല്ലാഹ് അടുത്ത മാസമാണല്ലോ, 14-ാം തീയതിയാണല്ലോ പരിപാടി. അതിന് മുമ്പായി നിങ്ങൾ ഏൽപ്പിച്ചാൽ മതി. അതിനെ പറ്റി ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന്
അവനവനെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ എത്രയാണോ നമ്മളെ കൊണ്ട് എങ്ങനെ എത്ര കഴിയും, ഒരു ചാക്ക് എന്ന് തന്നെ വേണമെന്നില്ല, നമ്മളെ കൊണ്ട് എത്രയാണോ കഴിയുന്നത് എന്ന് നമുക്ക് മാത്രമാണ് അറിയാം. ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ റജബിൽ അള്ളാഹുവിന്റെ പരിശുദ്ധ മാസത്തിൽ സ്വതക്ക ചെയ്യാൻ തൗഫീഖ് കിട്ടുക എന്നുള്ളത് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യമാണ്. അതുകൊണ്ട് ഇതിലേക്ക് സംഭാവന ചെയ്യാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഇതിലേക്ക് സംഭാവനകളെ അർപ്പിക്കണമെന്ന് കൂടെ ഉണർത്തുന്നു. ഇനി ആരെങ്കിലും ഇൻഷാ അല്ലാഹ്